സമൂഹം പ്രോഗ്രസീവായിട്ട് ചിന്തിക്കണമെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങൾ ഉണ്ടാവണം. അത്തരം ആശയങ്ങളെ നേതാക്കൾ അംഗീകരിക്കുകയും അതിനുവേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടതുമായിട്ടുണ്ട്. പ്രോഗ്രസീവ് ചിന്താഗതികളും പ്രോഗ്രസീവ് ആശയങ്ങളും പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി രൂപപ്പെടുത്തുവാൻ ഏറെ ആവശ്യമാണ്. സൊസൈറ്റി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ പോലും ഒരുപാട് കാര്യങ്ങൾ അതിനെ പിന്നോട്ട് വലിക്കാറുണ്ട്. മിക്കപ്പോഴും സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന #RipJeans. ഇതിലൂടെ ആളുകളിലുള്ള റിപ്ഡ് മൈൻഡ് സെറ്റ് കൂടിയാണ് തുറന്നു കാണിക്കുന്നത്. ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ തിരാജ് സിംഗ് റാവത്ത് സ്ത്രീകള് റിപ്ഡ് ജീൻസ് ഇടുന്നതിനെ തുടർന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കോൺട്രവേഴ്ഷ്യൽ ആയത്. അദ്ദേഹത്തിന്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ റിപ്ഡ് ജീൻസ് ആയിരുന്നു ധരിച്ചിരുന്നത്. ആ സ്ത്രീ ഒരു NGO റൺ ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ റിപ്ഡ് ജീൻസ് ഇട്ടതിലൂടെ ആ സ്ത്രീ സൊസൈറ്റിക്ക് ഒരു ബാഡ് എക്സാമ്പിൾ ആണ് സെറ്റ് ചെയ്യുന്നതെന്നും ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഒന്നും നമ്മുടെ കൾച്ചറിന് യോജ്യമായതല്ല എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, ഇത് ആദ്യമായിട്ടൊന്നുമല്ല സ്ത്രീകൾ വെസ്റ്റേൺ ഡ്രസ്സ് ധരിച്ചതുകൊണ്ട് അവരുടെ മൊറാലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. വ്യക്തികളുടെ ഫാഷൻ സെൻസിനെ മൊറാലിറ്റിയുമായിട്ടൊക്കെ ഇക്വേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള സെക്സിസ്റ്റ് കോമന്റ്സ് ഒക്കെ എന്തുകൊണ്ട് അവരിറക്കുന്നു? പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇത്തരത്തിലുള്ള കോമന്റ്സ് പറഞ്ഞതുകൊണ്ട് അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നിരന്തരം ഡീൽ ചെയ്യുന്ന ഒന്നാണിത്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കോമന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഡയറക്ട്ലി ഇത് വന്നിരിക്കും. നമ്മളോട് തന്നെ ഡയറക്ട്ലി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയില്ലെങ്കിൽ പോലും നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ പല വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയും ഒക്കെ താഴെ വരുന്ന കോമന്റ്സ് ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഏതെങ്കിലും ഒരു ബ്യൂട്ടി ബ്ലോഗറിന്റെ അല്ലെങ്കിൽ സ്ത്രീകളുള്ള ഏതെങ്കിലും ഒരു വീഡിയോസിന്റെ ഒക്കെ താഴെ നിങ്ങൾ പോയി നോക്കിയാലും അത് അതിന്റെ കോമന്റ്സ് ഒക്കെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓവർ മേക്കപ്പ്, അല്ലെങ്കിൽ ഇതിലും ഭേദം അവള് തുണിയില്ലാതെ നടക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഹേറ്റ്രഡ് കോമന്റ്സ് ഒക്കെയാണ് അതിൽ നിരവധിയായിട്ട് വരുന്നത്. ചിലവരൊക്കെ കരുതുന്നത് നമ്മുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന അറ്റാറിലൂടെ നമ്മുടെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ഒരാളുടെ ഡ്രസ്സിങ് നോക്കി ഒരാളുടെ ബിഹേവിയർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശരിയാണ്, നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാഷ്വൽ വെയർ ഒന്നും ഒട്ടും പ്രിഫറബിൾ അല്ല. അവിടെയൊക്കെ പാലിക്കേണ്ടതായിട്ടുള്ള ഡ്രസ്സിംഗ് കോഡ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സിങ്ങും ഒക്കേഷനും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡ്രസ്സിങ്ങും ബിഹേവിയറും കോറിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്താഗതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ റിപ്ഡ് ജീൻസ് ധരിച്ചാൽ അത് കൾച്ചർലെസ് ആണെന്നും, സ്ത്രീകൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ധരിച്ചാൽ അതിലൂടെ അവർ സൊസൈറ്റിക്ക് ബാഡ് എക്സാമ്പിൾ ആണ് സെറ്റ് ചെയ്യുന്നത് എന്നുമുള്ള വിലയിരുത്തലുകൾ ഇത്തരത്തിലുള്ള ആളുകൾ നടത്തുന്നത് ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് ഒരു കാരണം മാത്രമേ ആകുന്നുള്ളൂ. ഇനിയുമുണ്ട് പല കാരണങ്ങള്. അതായത് സ്ത്രീകൾ മറ്റ് സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിനെ മോശമായിട്ടുള്ള കമന്റ്സ് ഇടുന്നതും, പുരുഷന്മാര് സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിനെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിനും ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ഞാൻ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നു എന്ന് എടുത്തു പറയുന്നത് സ്ത്രീകൾ ധരിക്കുന്ന ഡ്രസ്സിങ്ങിലും അല്ലെങ്കിൽ അവരുടെ മേക്കപ്പിലും ഒക്കെ അവർ ഒരുപാട് ഹേറ്റ്രഡ് കമന്റ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നതിനാലാണ്. ഇതിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആദ്യത്തെ കാറ്റഗറി സ്ത്രീകള് മറ്റ് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ വളരെ മോശമായിട്ട് വിമർശിക്കുന്നത്. ഇതിൽ വരുന്ന റീസൺസ്, ആദ്യത്തെ കാരണം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫാഷൻ സെൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഫാഷൻ സെൻസിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ഫാഷൻ സെൻസ് നല്ലതായിട്ട് തോന്നണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ചുരിദാർ എന്നൊരു ഡ്രസ്സ് ഇഷ്ടമല്ല എന്നിരിക്കെ മറ്റൊരു സ്ത്രീ ഒരു ചുരിദാർ ധരിച്ചാല് ചിലപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ഒരു ഹേറ്റ്രഡ് സിറ്റുവേഷൻ എപ്പോഴാണ് ആകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു സ്ത്രീയുടെ ചുരിദാറിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ ആ സ്ത്രീയെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തുമ്പോഴാണ്. അതായത് അവളുടെ സ്കിന്നൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി വലിയ പുണ്യാളത്തെ ചമഞ്ഞ് അവള് ചുരിദാർ ഇട്ട് നടക്കുകയാണ്. ഇത്തരത്തിലുള്ള കമന്റ്സ് പറയുമ്പോൾ ഞാനപ്പോൾ ആ സ്ത്രീയുടെ ഫാഷൻ സെൻസിനെ അല്ല ഞാൻ എതിർക്കുന്നത്, ആ സ്ത്രീയെ മൊത്തമായിട്ട് എതിർത്ത് മോശമായിട്ട് അവിടെ ചിത്രീകരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ റീസൺ നമുക്കറിയാവുന്നതുപോലെ കൈൻഡ് ഓഫ് ജലസി. രണ്ടാമത്തെ കാറ്റഗറി, പുരുഷന്മാർ സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിനെയും മേക്കപ്പിനെയും മോശമായ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നതിന്റെ കാരണം. ഇതിന്റെ ഫസ്റ്റ് റീസൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പറഞ്ഞ ആദ്യത്തെ റീസൺ തന്നെയാണ്. അതായത് വ്യക്തികളുടെ ഫാഷൻ സെൻസിനോട് മാന്യമായ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ അത് അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇനിയും രണ്ടാമത്തെയും മെയിൻ കാരണവുമായിട്ട് എനിക്ക് തോന്നിയത് ഇത്തരത്തിലുള്ള ഹേറ്റ്രഡ് കോമന്റ്സ് പറയുന്നവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്. സ്ത്രീകൾ പ്രസന്റബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോഴും അവര് മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴും ഇത്തരം കൂട്ടർക്ക് അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മൂലം അവർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അവര്
അത് മറച്ചു വെക്കാൻ വേണ്ടി, അവരുടെ ഫ്രസ്ട്രേഷൻ മറച്ചു വെക്കാൻ വേണ്ടി അവര് സ്ത്രീകളുടെ കോസ്റ്റ്യൂമിനെയും അവരിടുന്ന മേക്കപ്പിനെയും ഒക്കെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ അവർ പറയുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും തന്നെ ഇക്കൂട്ടർ സമ്മതിച്ചു തരത്തില്ല. ചില കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഇത് വളരെ വ്യക്തമാണ്. അതായത് റേപ്പ് കേസസിൽ വിക്ടിംസിനെ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അതിൽ പ്രധാനമായിട്ട് വിക്ടിം ബ്ലെയിമിംഗ് നടത്തുമ്പോൾ പ്രധാനമായിട്ടും ആളുകൾ പറയുന്നത് ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചത് കൊണ്ടല്ലേ അയാൾ കയറി റേപ്പ് ചെയ്തത്. അപ്പോൾ സ്ത്രീകള് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിച്ചാല് ഇക്കൂട്ടർക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമെന്ന് ഇത്തരത്തിലുള്ള വിക്ടിം ബ്ലെയിമിങ്ങിലൂടെയൊക്കെ വളരെ വ്യക്തമാകുന്നതാണ്. എന്നാൽ അവരുടെ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന കാരണത്തെ അവർ മറയ്ക്കുവാൻ പറയുന്നതോ ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ കൾച്ചർലെസ് ആണെന്നും സ്ത്രീകള് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നതും എന്നൊക്കെ. ഹാഷ്ടാഗ് റിപ്ഡ് ജീൻസ് എന്ന കോൺട്രവേഴ്സി തുറന്നു കാണിക്കുന്നത് മറ്റു ചില റിപ്ഡ് മൈൻഡ് സെറ്റ്സ് കൂടിയാണ്. അതിൽ ചിലത് നോക്കാം. ഉത്തരാഖണ്ഡ് MLA ആയ ഗണേഷ് ജോഷി പറഞ്ഞത് സ്ത്രീകള് മറ്റൊരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആവേണ്ടത് ഫാമിലിയെയും അവരുടെ കുട്ടികളെയും നോക്കുക എന്നുള്ളതാണ്. ഗോവയുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഗേൾസ് ഈ വെയിലത്ത് സ്ട്രൈക്കിനൊന്നും പോയിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ അവരുടെ നിറമൊക്കെ പോയി, അങ്ങനെ വന്നാൽ അവർക്ക് നല്ലൊരു വരനെ കിട്ടാൻ പാടായിട്ട് വരും. ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് സെക്ഷൽ അസോൾട്ട് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ പെൺകുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടണമെന്നാണ്. ഇങ്ങനെ നീളുന്നു ഇത്തരത്തിലുള്ള ചിന്താഗതികള്. ഇത് വെറും ഒരു റിപ്ഡ് ജീൻസ് കോൺട്രവേഴ്സി മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഇനിയും ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ചിന്താഗതികളിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്. ഒരുപാട് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്. അവരൊക്കെ അത് ഫോളോ ചെയ്യുന്നുമുണ്ടാകാം. എന്നാൽ അവിടെയൊക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ളത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുവാനും അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കുവാനുമുള്ള അവകാശം അവർക്കുണ്ട്. എന്തിനാണ് ഇന്ത്യൻ കൾച്ചർ മുറുകെ പിടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറയുന്നത്? സെയിം സെക്സ് മാരേജിന്റെ വിഷയത്തിൽ വന്ന കോടതി വിധി പോലും ഇങ്ങനെയായിരുന്നു. ഇന്ത്യൻ കൾച്ചറിന് ഇത് യോജിച്ചതല്ല, അതുകൊണ്ട് തന്നെ ഇത് സമ്മതിച്ചു തരുവാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ എന്തിനാണ് എല്ലാവരും ഇന്ത്യൻ കൾച്ചർ മുറുകെ പിടിക്കുവാൻ മാത്രം നോക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.